നമസ്കാരം, മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പേരാമ്പ്ര ടൗണിലെ അനധികൃത വഴിയോര കച്ചവടത്തിനെതിരെ പ്രതിഷേധ പ്രകടനവും തെരുവിൽ പൂക്കച്ചവടവും പ്രതീകാത്മകമായി നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന വഴിയോര കച്ചവടം ജില്ലാ വൈസ് പ്രസിഡന്റ് കുഞ്ഞുമോൻ ഉദ്ഘാടനം ചെയ്തു. പേരാമ്പ്ര ടൗണിലെ അനധികൃത വഴിയോര കച്ചവടം നിർത്തണമെന്നാവശ്യപ്പെട്ട് പേരാമ്പ്ര യൂണിറ്റ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ബുധനാഴ്ച പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചിരുന്നു. ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു കൈലാസ് ഉദ്ഘാടനം ചെയ്തു. പേരാമ്പ്രയിൽ അനധികൃത കച്ചവടം വ്യാപകമായി നടക്കുകയാണ്. പല ഘട്ടങ്ങളിലെ അധികാരികൾ നമ്മളെ പല രീതിയിൽ ഇത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. കൊടുത്ത നിവേദനത്തിന് യാതൊരു കയ്യും കണക്കുമില്ല. നിരവധി തവണ പഞ്ചായത്ത് ഓഫീസ് മാർച്ചടക്കമുള്ള പരിപാടികൾ ഏകോപന സമിതി സംഘടിപ്പിച്ചു. എന്നാൽ ഈ ഒരു പരിപാടി ഇത്തരം ഒരു അനധികൃത വ്യാപാരം തടയുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, അധികാരികളെ വിട്ട് നിലവിൽ പ്രവർത്തിക്കുന്ന പീടികയുടെ ലൈസൻസും അല്ലെങ്കിൽ മറ്റ് പേപ്പറുകളൊക്കെ ഉണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ട് ഭീമമായ പിഴയിടുന്നൊരു സമീപനമാണ് അധികാരികളുടെ ഭാഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഓണത്തിനു മുൻപ് തന്നെ യാതൊരു മാനദണ്ഡവും പാലിക്കാതെ കച്ചവടം ചെയ്യുന്നവർക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് വ്യാഴാഴ്ച തെരുവിൽ ഏകോപന സമിതി പ്രവർത്തകർ വഴിയോരത്ത് പൂക്കച്ചവടം സംഘടിപ്പിച്ചു. ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് കുഞ്ഞുമോൻ ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യത്തിൻ്റെ ജീവനാഡി എന്ന് പറയുന്നത്, സാമ്പത്തിക സ്രോതസ് എന്ന് പറയുന്നത് ഈ നാട്ടിലെ കച്ചവടക്കാരാണ്. വിശിഷ്യ ഈ നാട്ടിലെ കച്ചവടക്കാരുടെ പണമാണ് അല്ലെങ്കിൽ അവരുടെ സമ്പത്താണ് ഈ രാജ്യത്തിൻ്റെ മുതൽ മുടക്ക് എന്ന് പറയുന്നത്. അത്തരത്തിൽ ഈ രാജ്യത്തെ സംരക്ഷിക്കുന്ന ഒരു വ്യാപാരി സമൂഹത്തിനെ ഒരു തരത്തിലും ഗൗനിക്കാത്തതിൻ്റെ പേരിലാണ്, ഒരു തരത്തിലും സംരക്ഷിക്കപ്പെടാത്തതിൻ്റെ പേരിലാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പേരാമ്പ്ര യൂണിറ്റ് ഇത്തരം ഒരു സമരമായി. ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു കൈലാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി OP മുഹമ്മദ്, ഷെരീഫ് ചീക്കിലോട്, CM അഹമ്മദ് കോയ, മുനീർ അർഷ്, സന്ദീപ് കോരങ്കണ്ടി, VP സുരേഷ്, ഫിറാസ് കല്ലാട്ട് എന്നിവർ സംസാരിച്ചു. വരും ദിവസങ്ങളിൽ മുഴുവൻ കച്ചവടക്കാരും റോഡിൽ കച്ചവടം ചെയ്യുമെന്നും നേതാക്കൾ ഓർമ്മിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.